ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിയോ ഹോം ട്യൂഷൻ. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം? സുഖായിരിക്കുന്നോ? എല്ലാവരും പഠിക്കുന്നതൊക്കെ ഇവിടെ എത്തി? ഇവിടെ ഇങ്ങനെ പബ്ലിക് എക്സാം അല്ലെ, ബോർഡ് എക്സാം അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ എല്ലാവരുടെയും പഠനം നല്ല രീതിയിൽ പ്രോഗ്രസ് ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ എന്തായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ 10ാം ക്ലാസ്സിൽ സോഷ്യൽ സയൻസിലെ പ്രിന്റ് കൾച്ചർ എന്നുള്ള ചാപ്റ്റർ നമ്മൾ തുടങ്ങി വെച്ചായിരുന്നു അല്ലെ. ഒരു പോർഷൻസ് അല്ലെങ്കിൽ ഒരു പാർട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ എടുത്തായിരുന്നു. എന്തൊക്കെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? പ്രിന്റിങ് എവിടെയാണ് ഫസ്റ്റ്ലി വന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ പറഞ്ഞു അല്ലെ. പിന്നെ അവരുടെ ഇന്നോവേഷൻസ് എങ്ങനെയായിരുന്നു ഒരു പ്രിന്റിംഗ് കൾച്ചറിലേക്ക് അല്ലെ, ജനങ്ങളുടെ ഇടയിലേക്ക് പ്രിന്റിംഗ് പ്രസ് ഇൻവെൻഷൻ ചെയ്തതോടുകൂടി എന്തൊക്കെ ചേഞ്ചസ് വന്നു? അവിടെ ലൈഫ് സ്റ്റൈലിൽ ചേഞ്ചസ് വന്നു, ഇന്ററാക്ഷൻ വരാൻ തുടങ്ങി, അതായത് ഇൻഫോർമേഷൻസ് വന്നു, നോളേജസ് ഒക്കെ വന്നു. അതൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? ഫസ്റ്റ് പ്രിന്റിംഗ് ബുക്സ് പറഞ്ഞു. ഏതായിരുന്നു ഫസ്റ്റ് പ്രിന്റിംഗ് ബുക്സ് എന്റെ മക്കളെ? ഏതായിരുന്നു ഫസ്റ്റ് പ്രിന്റിംഗ് ബുക്സ്? യെസ്, ബുദ്ധിസ്റ്റ് ഡയമണ്ട് സൂത്ര. അത് തന്നെ, വെരി ഗുഡ്. പിന്നെ നമ്മൾ എന്തെന്നാ പറഞ്ഞത്? പ്രിന്റ് കംസ് ടു യൂറോപ്പ്. യൂറോപ്പിലോട്ട് പ്രിന്റിംഗ് പ്രസ് വന്നത് എങ്ങനെയായിരുന്നു? മാർക്കോപോളോയുടെ സഹായത്തോടു കൂടി ഗുട്ടൻബർഗ് ആയിരുന്നു എന്ത് ഫസ്റ്റ്ലി പ്രിന്റിംഗ് പ്രസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. ബൈബിൾ ആയിരുന്നു അദ്ദേഹം ആദ്യമായിട്ട് പ്രസ് ചെയ്തത്, 3 വർഷമൊക്കെ എടുത്തു എന്ന് പറഞ്ഞു. ഇനി നമ്മൾ എന്താ പറയാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? പ്രിന്റ് റവല്യൂഷൻ ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട്. എന്തൊക്കെയാണ് ഇമ്പാക്റ്റുകൾ വന്നത് പ്രിന്റിംഗ് റവല്യൂഷനിലോടുകൂടി? ജനങ്ങളുടെ ഇടയിലേക്ക് എന്ത് വന്നു? റീഡിംഗ് എന്നുള്ള ഒരു ഹാബിറ്റ് വരാൻ തുടങ്ങി അല്ലെ. എ ന്യൂ റീഡിംഗ് പബ്ലിക് എന്നുള്ള ഒരു ഹാബിറ്റ് എവിടെ വരാൻ തുടങ്ങി? പബ്ലിക്കിന്റെ ഇടയിലൊക്കെ അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിലോട്ട് വരാൻ തുടങ്ങി അല്ലെ. പ്രിന്റിംഗ് പ്രസ് റവല്യൂഷനറി ബുക്ക് ആക്സസിബിലിറ്റി, fostering a new reading public. Before its advent, reading was a privileged allied oral culture provide among commoners. അതായത് ജനങ്ങൾക്കിടയിലേക്ക് അല്ലെങ്കിൽ പബ്ലിക്കിലോട്ട് എന്ത് വന്നു? റീഡിംഗ് ഹാബിറ്റ് ഒരു കോമൺ ആയിട്ട് മാറി. ജനങ്ങൾ എന്ത് ചെയ്ത് അതിന്റെ ഫലമായിട്ട് എന്തൊക്കെ വന്നു? പ്രിന്റിംഗ് പ്രസ് വന്നതോട് കൂടിയിട്ട് എന്തൊക്കെ വന്നു? അവര് ഇച്ചിരി കൂടി മോഡേണൈസ്ഡ് ആയി അല്ലെങ്കിൽ ഡെമോക്രാറ്റൈസ് ആയി അല്ലെ. അവർക്ക് അവരൊന്ന് ചിന്തിക്കാൻ തുടങ്ങി. അതെങ്ങനെ അതിന്റെ ഫലമായിട്ട് വന്നു. ഇനിയാണ് നമ്മൾ പറയാൻ പോകുന്നത് പ്രിന്റ് ആൻഡ് ഡിസെന്റ്. അത് ഒരു ഇമ്പോർട്ടന്റ് ആയ ഒരു പോർഷൻ തന്നെയാണ്, പ്രിന്റ് ആൻഡ് ഡിസെന്റ് എന്നുള്ള ഒരു ഭാഗം അല്ലെ. നമ്മൾ ക്ലാസ്സിലൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ, പ്രിന്റ് ആൻഡ് ഡിസെന്റ് എന്നുള്ള ഭാഗം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതെന്താണ്? പ്രിന്റ് ആൻഡ് പോപ്പുലർ റിലീജിയസ് ലിറ്ററേച്ചർ സ്പാർക്ക് ഡൈവേഴ്സ് ഇൻഡിവിജ്വൽ ഇന്റർപ്രിട്ടേഷൻസ് ഓഫ് ഫെയ്ത്ത്. അതായത് ഫെയ്ത്തിൽ എന്ത് സംഭവിച്ചു? ഇന്റർപ്രിട്ടേഷൻസ് വരാൻ തുടങ്ങി. അതായത് എങ്ങനെ വന്നു? ഈവൻ എമംഗ് ലെസ് എഡ്യൂക്കേറ്റഡ് വർക്കിംഗ് ഇൻഡിവിജ്വൽസ് ഒക്കെ വരാൻ തുടങ്ങി. ഏത് സമയത്താണ് ഫെയ്ത്തിൽ ഇന്റർപ്രിട്ടേഷൻസ് വരാൻ തുടങ്ങിയത്? ഇൻ ദ 16th century. ആരായിരുന്നു? മിനിച്ചിയോ, എ മില്ലർ ഇൻ ഇറ്റലി, delved into books accessible in his area. അദ്ദേഹം എന്ത് ചെയ്തു? ബൈബിളിലെ മെസ്സേജുകളൊക്കെ റീഇന്റർപ്രറ്റേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തു? ചർച്ചിന്റെ ഫ്രണ്ടിലൊക്കെ കൊണ്ടുവയ്ക്കാൻ തുടങ്ങി. അതിന്റെ ഫലമായിട്ട് എന്ത് വന്നു? കോൺട്രവേഴ്ഷ്യൽസ് വന്നു. പെർസ്പെക്റ്റീവ് ഓൺ ഗോഡ് ആൻഡ് ക്രിയേഷൻസ് അല്ലെ. അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? പ്രൊവോക്ഡ് ദ റോമൻ കത്തോലിക് ചർച്ച്. റോമൻ കത്തോലിക് ചർച്ചിന്റെ ഇടയിൽ പ്രൊവോക്ക് ചെയ്യാൻ സംഭവിച്ചു. ഇൻ റെസ്പോൺസ് ടു ദ സ്പ്രെഡ് ഓഫ് ദീസ് ഹെററ്റിക്കൽ ഐഡിയാസ്, ദ റോമൻ ചർച്ച് ഇനിഷ്യേറ്റഡ് ഇൻക്വിസിഷൻ സപ്രസ് സച്ച് ഡിസെന്റ്. അങ്ങനെ അതായത് മിനിയേച്ചർ എന്ത് ചെയ്തു? ഫെയ്ത്തിനെ ഇന്റർപ്രറ്റ് ഒക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ ഗോഡിനെ ഇന്റർപ്രറ്റ് ചെയ്ത് റീക്രിയേറ്റ് ചെയ്തു, പ്രൊവോക്ക് ചെയ്തിട്ട് എന്ത് ചെയ്തു? ചർച്ചിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെച്ചു. അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? റോമൻ കത്തോലിക്കയിലൊക്കെ പ്രൊവോക്കേഷൻസ് വരാൻ തുടങ്ങി. അങ്ങനെ എന്ത് ചെയ്തു? മിനിയേച്ചർ ഫേസ്ഡ് ഇന്റർഗ്രേഷൻ ട്വൈസ് ആൻഡ് വാസ് ഇവൻച്വലി എക്സിക്യൂട്ടഡ്. അദ്ദേഹത്തിന് എന്തിനാണ് എക്സിക്യൂട്ട് ചെയ്തത്? ഇനി വേറെ ആരും അങ്ങനെ ആവർത്തിക്കരുത് എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്തു? എക്സിക്യൂട്ട് ചെയ്തു. ഇറ്റ് ഓൾസോ എസ്റ്റാബ്ലിഷ്ഡ് ആൻ ഇൻഡെക്സ് ഓഫ് പ്രൊഹിബിറ്റഡ് ബുക്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 1558. അങ്ങനെ ജനങ്ങളുടെ ഇടയിലേക്ക് എന്ത് വന്നു? പ്രിന്റിംഗ് പ്രസിന്റെ എവല്യൂഷൻസ് വന്നതോടുകൂടി എന്ത് വന്നു? റീഡിംഗ് മാനിയ എന്നുള്ള ഒരു കാര്യം വന്നു അല്ലെ. 17th 18th സെഞ്ചുറി ഒക്കെ ആയപ്പോഴേക്കും ലിറ്ററസി റേറ്റ് എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. എവിടെ? യൂറോപ്പിലെ കേസാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. അതായത് 18th സെഞ്ചുറിയുടെ അവസാനമൊക്കെ ആയപ്പോഴേക്കും എന്ത് സംഭവിച്ചു? യൂറോപ്പിന്റെ ചില ഭാഗങ്ങളിൽ എന്ത് സംഭവിച്ചു? ഹൈ ലിറ്ററസി റേറ്റ്സ് ആയി. എത്രയായി? 60 to 80% ലിറ്ററസി റേറ്റ്സ് വന്നു. അത് ആരുടെ ഇടയിലേക്കൊക്കെ വന്നു? സ്പ്രെഡ് ഓഫ് ലിറ്ററസി ആൻഡ് സ്കൂൾ. യൂറോപ്യൻ കൺട്രീസിൽ എന്തൊക്കെ വന്നു? സ്കൂളുകൾ വരാൻ തുടങ്ങി അല്ലെ.
ഗ്രോവിംഗ് നമ്പേഴ്സ് ഓഫ് ബുക്സുകൾ വരാൻ തുടങ്ങി. അതുപോലെ എന്താണ്, ബുക്സിന് ഡിമാൻഡ് വരാൻ തുടങ്ങി. അതിന്റെ ഫലമായിട്ട് എന്ത് വന്നു? ന്യൂ ഫോംസ് ഓഫ് പോപ്പുലർ ലിറ്ററേച്ചർ. പോപ്പുലർ ലിറ്ററേച്ചറിൽ എന്ത് വന്നു? ന്യൂ ഫോംസുകൾ വരാൻ തുടങ്ങി അല്ലെ? ന്യൂ ഫോംസുകൾ വരാൻ തുടങ്ങി. അതായത് എങ്ങനെയൊക്കെ വന്നു? ബുക്ക് സെല്ലേഴ്സ്, അതായത് എങ്ങനെ വന്നു? ട്രാവലേഴ്സ് ബുക്ക് സെല്ലേഴ്സ് വന്നു. പിന്നെ എങ്ങനെ പാവപ്പെട്ടവർക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എന്താണ്? ചാപ്പ് ബുക്സ് അല്ലെങ്കിൽ പെന്നി ബുക്സുകളൊക്കെ വരാൻ തുടങ്ങി. അതൊക്കെയാണ് അവിടെ വരാൻ തുടങ്ങിയത്. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? പ്രിന്റ് കൾച്ചർ ആൻഡ് ദ ഫ്രഞ്ച് റവല്യൂഷൻ. പ്രിന്റ് കൾച്ചർ ഫ്രഞ്ച് റവല്യൂഷനെ ഇമ്പാക്ട് ചെയ്തു അല്ലെങ്കിൽ അതിനെ ബാധിച്ചു എന്നും കൂടെ പറയുന്നുണ്ട് അല്ലെ? പ്രിന്റ് വാസ് ഇമ്പാക്ട് വാസ് ഇൻഡയറക്റ്റ് അങ്ങനെയും പറയുന്നുണ്ട്. ആസ് ഇൻഡിവിജ്വൽസ് ആസ് ഇന്റർപ്രറ്റഡ് ആൻഡ് ആക്സെപ്റ്റഡ് ഐഡിയാസ് ഇൻഡിപെൻഡന്റ്ലി അങ്ങനെയും എന്താണ് പറയുന്നുണ്ട് അല്ലെ? പിന്നെ പറയുന്നതാണ് 19th സെഞ്ചുറി ആയപ്പോഴേക്കാണ് ട്രെമ്പിൾ ദെർഫോർ ടൈറൻസ് ഓഫ് ദ വേൾഡ് എന്നുള്ളത് പഠിക്കുന്നത്. നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അല്ലെ? എന്താണ് നമുക്ക് പഠിക്കാനുള്ളതല്ലേ? ട്രെമ്പിൾ ദെർഫോർ ടൈറൻസ് ഓഫ് ദ വേൾഡ് എന്ന് വെച്ചാൽ എന്താണ്? 18th സെഞ്ചുറിയുടെ ഒക്കെ അവസാനം ആയപ്പോഴേക്കും അല്ലെങ്കിൽ പകുതി ആയപ്പോഴേക്കും എന്ത് സംഭവിച്ചു? മെനി പീപ്പിൾ എന്ത് ചെയ്തു? ബിലീവ്ഡ് ദാറ്റ് ബുക്സ് പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ സ്പ്രെഡിംഗ് പ്രോഗ്രസ് ആൻഡ് എൻലൈറ്റ്മെന്റ്. അതെ, അതിന്റെ ഫലമായിട്ട് എന്ത് വന്നു? ദേ ബിലീവ്ഡ് books could transform society transform ചെയ്തു, liberate it from oppressive rulers and bring about an era where reason and intellect would lead. ലൂയിസ് സെബാസ്റ്റ്യൻ മെർസിയർ ആണ്, അദ്ദേഹം ഒരു നോവലിസ്റ്റ് ആണ്. 18th സെഞ്ചുറി ഒക്കെ ആയപ്പോഴേക്കും ഫ്രാൻസിൽ എന്ത് വന്നു? സ്ട്രോങ്ലി അഡ്വക്കേറ്റഡ് ഫോർ ദ ഇമ്പാക്ട് ഓഫ് ബുക്സ് അല്ലെ? അങ്ങനെ മെർസിയർ ആണ് എന്ത് എംഫസൈസ് ചെയ്തത്? ദ പവർ ഓഫ് പ്രിന്റ് ഇൻ എൻലൈറ്റ്മെന്റ് പീപ്പിൾ ആൻഡ് ഡിസ്റ്റബിലൈസിംഗ് tyrannical regimes. അദ്ദേഹം ഫേമസ്ലി പ്രൊക്ലൈം ചെയ്തതാണ് ട്രെമ്പിൾ ദെർഫോർ ടൈറൻസ് ഓഫ് ദ വേൾഡ് അല്ലെങ്കിൽ എന്താണ്? ട്രെമ്പിൾ ബിഫോർ ദ വിർച്വൽ റൈറ്റർ എന്നാണ് അദ്ദേഹം എന്ത് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് പ്രിന്റ് കൾച്ചർ. നമ്മൾ നേരത്തെ പറഞ്ഞു പ്രിന്റ് കൾച്ചർ എന്താണ്? ഫ്രഞ്ച് റവല്യൂഷനെ ഇമ്പാക്ട് ചെയ്തോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഹിസ്റ്റോറിയൻസ് പറയുന്നത് 3 സ്റ്റേജസ് ആണ് പറയുന്നത്, അല്ലെങ്കിൽ 3 ആർഗ്യുമെന്റ്സ് പറയുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യുന്ന 3 ആർഗ്യുമെന്റ്സുകൾ പറയുന്നുണ്ട്. പ്രിന്റ് കൾച്ചറിനെ അല്ലെങ്കിൽ അഫക്ട് ചെയ്തോ എന്നുള്ളത് 3 ആർഗ്യുമെന്റ്സ് ആയിട്ടാണ് പറയുന്നത് അല്ലെ? അതായത് 1718 ഒക്കെ ആയപ്പോഴേക്കും എന്താണ്? റിഡിക്യൂൾഡ് ദ റോയാലിറ്റി, മൊണാർക്കി സെന്റിമെന്റ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊരു 3 ടോപ്പിക് ആയിട്ട് തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ ജനങ്ങൾക്കിടയിലൊക്കെ എന്താണ്? റീഡിംഗ് മാനിയ എന്നുള്ളൊരു ഹാബിറ്റ് വന്നു. നമ്മൾ പറഞ്ഞു ലിറ്ററസി റേറ്റ് യൂറോപ്പിൽ കൂടി അല്ലെ? 16 to 18% എന്ത് വന്നു? യൂറോപ്പിലെ ലിറ്ററസി റേറ്റ്സ് വന്നു. ഡിമാൻഡ് ഓഫ് ബുക്സ് വന്നു. പിന്നെ എന്താണ്? എമർജ്ഡ് കമ്പൈനിങ് കറന്റ് അഫയേഴ്സ് വിത്ത് എന്റർടൈൻമെന്റ്, ന്യൂസ് പേപ്പേഴ്സ്, ജേർണലിസ്റ്റ് വരാൻ തുടങ്ങി, ഇൻഫോർമേഷൻ ഓൺ വാർസ്, ജനങ്ങളിലേക്കെല്ലാം വിവരങ്ങൾ എത്താൻ തുടങ്ങി. ഗ്ലോബൽ ഡെവലപ്മെന്റ്സ് ഒക്കെ എന്താണ്? പീപ്പിളിന് മനസ്സിലാക്കാൻ തുടങ്ങിയതൊക്കെ അപ്പോഴാണ്. ഇനി 19th സെഞ്ചുറി ഒക്കെ ആയപ്പോഴേക്കുമാണ് ചിൽഡ്രൻസിന്റെ ഇടയിലും വിമൻസിന്റെ ഇടയിലും വർക്കേഴ്സിന്റെ ഇടയിലും എന്താണ്? റീഡിങ് ഹാബിറ്റുകൾ വന്നത്, അല്ലെങ്കിൽ അതൊരു റീഡിംഗ് ഹാബിറ്റ് കൃത്യമായത്. അപ്പൊ അങ്ങനെ വന്നു. കമ്പൽസറി പ്രൈമറി എഡ്യൂക്കേഷൻ ഒക്കെ വരാൻ തുടങ്ങിയത് എപ്പോഴായിരുന്നു? ലേറ്റ് 19th സെഞ്ചുറി ഒക്കെ ആയപ്പോഴൊക്കെയാണ്. അങ്ങനെ ആദ്യമായിട്ട് ചിൽഡ്രൻസ് പ്രസ് വന്നത് എപ്പോഴായിരുന്നു? 1857 ചിൽഡ്രൻസ് പ്രസ് ഇൻ ഫ്രാൻസ് ഫ്രം 1857 published new and traditional works including fairy tales അല്ലെ? പിന്നെന്താണ്? ഗ്രിം ബ്രദേഴ്സ് കമ്പൈൽഡ് ചെയ്തു എഡിറ്റഡ് ഫോക്ക് ടോയ്സിനൊക്കെ ബുക്കുകൾ വന്നു. എപ്പോഴും വന്നു? 1812 കൊണ്ടുവന്നു. ഓക്കെ, പിന്നെ കൊണ്ടുവന്ന എന്താണ്? 19th സെഞ്ചുറിയിൽ എന്താണ്? എഡ്യൂക്കേറ്റഡ് വർക്കേഴ്സും അവരുടെ സ്ട്രെസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു? വായിക്കാൻ തുടങ്ങി. പിന്നെ ഫർദർ ഇന്നോവേഷൻസ് എന്താന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഫർദർ ഇന്നോവേഷൻസ്? 18th സെഞ്ചുറിയുടെ അവസാനം അല്ലെങ്കിൽ 19th സെഞ്ചുറിക്ക് ആയപ്പോഴേക്കും എന്ത് വന്നു? പ്രിന്റിംഗ് ടെക്നോളജിയിൽ അഡ്വാൻസ്മെന്റ് വന്നു. അതാണ് എന്ത് പറയുന്നത്? റിച്ചാർഡ് എം ഹോയുടെ ന്യൂയോർക്ക് പ്രൊഫക്റ്റഡ്, അതായത് സിലിണ്ടറിക്കൽ പ്രസ് വരാൻ തുടങ്ങി. അതെന്താണ് സിലിണ്ടറിക്കൽ പ്രസ് എന്ന് പറഞ്ഞാൽ? എന്തായിരിക്കും? അതായത് പ്രിന്റിംഗ് പ്രസ് പെർ ഹവറിൽ 8000 ഷീറ്റ്സുകൾ അടിക്കാൻ തുടങ്ങി. കളറിംഗ് പ്രസ് വരാൻ തുടങ്ങി. നമ്മൾ ഗുട്ടൻബർഗ് വന്നത് ബൈബിൾ എന്താണ്? ഒരു 150 കോപ്പി 3 വർഷം കൊണ്ട് എടുത്തപ്പോൾ 19th സെഞ്ചുറിയുടെ മധ്യത്തിലൊക്കെ ആയപ്പോഴേക്കും എന്ത് വന്നു? റിച്ചാർഡ് എം ഹോയാണ് എന്ത് കൊണ്ടുവന്നത്? ന്യൂയോർക്കിൽ സിലിണ്ടറിക്കൽ പ്രസ് കൊണ്ടുവന്നത്. അത് നിങ്ങൾക്ക് അങ്ങനെ തന്നെ ചോദിക്കാം. 19th സെഞ്ചുറിയിലെ ഇന്നോവേഷൻസ് എന്താന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എന്താ? ഈ കാര്യമാണ് നമ്മൾ പറയേണ്ടത്. ഓക്കെ, അപ്പൊ എന്ത് പറയും? വാട്ട് വാസ് ദ സിഗ്നിഫിക്കന്റ് ഡെവലപ്മെന്റ് ഇൻ പ്രിന്റിംഗ് ടെക്നോളജി ഇൻ മിഡ് 19th സെഞ്ചുറി എന്ന് ചോദിച്ചാൽ എന്ത് പറയാൻ പറ്റും? പെർഫെക്ഷൻ ഓഫ് പവർ ഡ്രിവൺ സിലിണ്ടറിക്കൽ പ്രസ് എന്ന് പറയാം. ഓക്കെ,
19th സെഞ്ചുറി ആയപ്പോഴേക്കുമാണ് എന്ത് അത് കൊണ്ടുവന്നത്. പിന്നെ പറയുന്നതാണ് മനുസ്ക്രിപ്റ്റ്സ് ബിഫോർ ദ ഏജ് പ്രിന്റ്. മനുസ്ക്രിപ്റ്റ്സ് ബിഫോർ ദ ഏജ് പ്രിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യയുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഹാൻഡ് റിട്ടൺ മനുസ്ക്രിപ്റ്റ്സ് വേരിയസ് ലാംഗ്വേജിലായിരുന്നു. അത് ഏതൊക്കെ ലാംഗ്വേജിലായിരുന്നു? സാംസ്ക്രിറ്റ്, അറബിക്, പേർഷ്യൻ ആൻഡ് വെർണാക്കുലർ ലാംഗ്വേജിലൊക്കെ ആയിരുന്നു ഏത് ഇന്ത്യയുടെ മനുസ്ക്രിപ്റ്റ്സുകളൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ മനുസ്ക്രിപ്റ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? കോപ്പി ചെയ്തത് പാം ലീവ്സിലായിരുന്നു, ഹാൻഡ് മെയ്ഡ് പേപ്പർ ആയിരുന്നു. അപ്പം അത് ഭയങ്കരമായിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഭയങ്കരമായിട്ട് എക്സ്പെൻസീവ് ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നീടാണ് പ്രിന്റ് കംസ് ടു ഇന്ത്യ. ഇന്ത്യയിലോട്ട് എപ്പോഴാണ് പ്രിന്റിംഗ് ടെക്നോളജി വന്നത് എന്ന് പറയുമ്പോൾ ഗോവയിലായിരുന്നു ഫസ്റ്റ്ലി വന്നത്. 16th സെഞ്ചുറിയുടെ മിഡ് ഒക്കെ ആയപ്പോഴേക്കുമാണ് എന്ത് ഗോവയിൽ വന്നത്. പോർച്ചുഗീസ് മിഷണറിയുടെ സഹായത്തോടു കൂടിയാണ് എന്ത് പ്രിന്റിംഗ് പ്രസ് ഗോവയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അത് ഓരോന്നും നമുക്ക് പഠിക്കാനുണ്ട്. കത്തോലിക് പ്രീസ്റ്റ് പറയുന്നുണ്ട്, ഡച്ച് പ്രൊട്ടസ്റ്റന്റ് മിഷണറീസ് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ 1718 ഒക്കെ ആയപ്പോഴേക്കും ജെയിംസ് ഓഗസ്റ്റസ് ഹിക്കിയുടെ കാര്യമൊക്കെ നമുക്ക് ഓരോന്നായിട്ട് തന്നെ പറയുന്നുണ്ട്. നമുക്കിവിടെ പറയുന്നുണ്ട് റിലീജിയസ് റിഫോംസും അതുപോലെ എല്ലാം പറയുന്നു, പ്രിന്റിംഗ് പ്രസ്സുകളുടെ ഒക്കെ കാര്യം പറയുന്നു. പിന്നെ ലാസ്റ്റ് നമുക്ക് പറയാനുള്ള ടോപ്പിക്കാണ് എന്ത്? പ്രിന്റ് ആൻഡ് സെൻസർഷിപ്പ്. നമുക്കറിയാലോ പ്രിന്റ് ആൻഡ് സെൻസർഷിപ്പ്. അതിനു മുന്നേ നമുക്കുള്ളത് എന്താണ്? വുമൺ ആൻഡ് പ്രിന്റ്. വുമൺസ് എന്താണ്? ലിറ്ററസി റേറ്റ് വന്നു. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ജശുന്ധരി ദേവിയുടെ ഒക്കെ കാര്യം നമ്മൾ പറയുന്നുണ്ട്. പാവപ്പെട്ട ആളുകളിലേക്ക് റീഡിംഗ് ഹാബിറ്റ് വന്നു, അവരും എഴുതാനും വായിക്കാനും ഒക്കെ തുടങ്ങി. ഇതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്തു? ഫസ്റ്റ് അതായത് ഇന്ത്യൻ ഹ്യൂമൻ എക്സ്പീരിയൻസ് വന്നു, രാജാ രവിവർമ്മ പ്രൊഡ്യൂസ് ചെയ്ത ഇമേജുകൾ മാസ് ഡിസ്ട്രിബ്യൂഷൻസ് വന്നു, പിന്നെ കലണ്ടേഴ്സ് വന്നു, പിന്നെ നമ്മൾ എന്താ പറയുന്നത്? കാർട്ടൂൺസ് ഒക്കെ ഇല്ലേ, കാലിഗ്രാഫീസ് ഒക്കെ വരാൻ തുടങ്ങി, കാരിക്കാച്ചേഴ്സ് വരാൻ തുടങ്ങി. അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. പിന്നെ ദശുന്ധരി ദേവിനെ കുറിച്ച് നമുക്ക് പറയാൻ കുറെ എഴുത്തുകാരന്മാരെ കുറിച്ചൊക്കെ പറയാനുണ്ട്. അതെന്ത് ചെയ്യാൻ നമുക്ക് അടുത്ത ക്ലാസ്സിലും കൂടി ഡിസ്കസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും എന്റെ മക്കൾക്ക് മനസ്സിലാവും. പിന്നെ നമുക്ക് ലാസ്റ്റിൽ ഈ ചാപ്റ്ററിന് ലാസ്റ്റ് ആയിട്ട് പറയുന്നത് പ്രിന്റ് ആൻഡ് സെൻസർഷിപ്പ് ആണ്. അതായത് ഓരോ കാലഘട്ടങ്ങൾ പറയുന്നുണ്ട്. 1780, 1798, 1828, പിന്നെ അതുപോലെ 1857 എന്തൊക്കെ സംഭവിച്ചു? ഗവൺമെന്റ് സ്റ്റാർട്ട് ചെയ്തു കൺട്രോളിംഗ് ദ പ്രസ്. അതായത് ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ ഇങ്ങനെ കാർട്ടൂൺസുകളൊക്കെ വരാൻ തുടങ്ങിയപ്പം ഗവൺമെന്റ് ചെയ്തു അവരുടെ ആ ഒരു കാര്യത്തിലും ഗവൺമെന്റ് ഇടപെടാൻ തുടങ്ങി. അങ്ങനെയായിരുന്നു വെർണാക്കുലർ പ്രസ് ആക്ട് ഒക്കെ വന്നു 1878. അപ്പൊ പ്രധാനമായിട്ടും നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് പ്രിന്റിംഗ് പ്രസ് വന്നതും പ്രിന്റിംഗ് രംഗത്തെ എവല്യൂഷൻസും അതിന്റെ ഫലമായിട്ട് ഇൻവെൻഷൻസ് ഒക്കെ വന്നു. ജനങ്ങളുടെ ഇടയിൽ ഒരു ഹാബിറ്റ് ആയി മാറി, റീഡിംഗ് മാനിയ വന്നു, പ്രിന്റിംഗ് എന്താണ് ചിൽഡ്രൻസ് പ്രസ് വന്നു, ലിറ്ററസി റേറ്റ് വന്നു, അങ്ങനെയൊക്കെ എന്ത് ചെയ്തു കൂടിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ലാസ്റ്റ് ആണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രിന്റ് ആൻഡ് സെൻസർഷിപ്പിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്ററിന്റെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യണം? ഇന്നെടുത്ത കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യും? മാം എന്ത് ചെയ്യും? കുറെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരും. അപ്പൊ എന്ത് ചെയ്യും? ഇന്ന് പഠിച്ച മക്കൾക്ക് മാത്രമല്ല അടുത്ത ക്ലാസ്സിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഒരുപാട് നോവലിസ്റ്റുകളുടെ പേരുകൾ പഠിക്കാനുണ്ട്. അതായത് കാശി ബാബ, സച്ചി കവിയാത്താൻ, പിന്നെ 20th സെഞ്ചുറി അപ്പൊ ജ്യോതിബ ഫൂലെ, അതിനൊക്കെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ ഇന്നെടുത്ത കാര്യങ്ങൾ എന്റെ മക്കൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പൊ എക്സാമിനൊന്നും ടെൻഷൻ ആവാതെ നല്ല വാമപ്പ് ആയിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.